ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ തന്നെ മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം ചൊവ്വ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്, ഇടവത്തിലാണ്. ചൊവ്വ മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം 2 ഭാവങ്ങളുടെ അധിപനാണ്. അവരുടെ ഗൃഹം, വീട്, വാഹനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. അതിനു പുറമെ അവരുടെ ലാഭഭാവവുമാണ്. ഇവിടെ 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ലൊരു ഭാവത്തിലാണോ? അല്ല. 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് സന്താന വിഷയത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. സ്ത്രീകൾക്ക് അബോർഷൻ ഉണ്ടാകാം, ഗർഭിണികൾക്ക് മാസം തികയാതെ പ്രസവിക്കുക മുതലായ ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷൻസ് വരിക, പ്രസവ വിഷയത്തിൽ വരിക. അപ്രകാരം വയറ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. 5-ാം ഭാവം നമ്മുടെ ഉദരമാകുന്നു. അവിടെ ചൊവ്വ നിൽക്കുന്നത് വലിയ ക്ലേശങ്ങൾ, ഉദരസംബന്ധമായ വിഷയങ്ങൾക്കുണ്ടാകാം. ഇവിടെ 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത സ്ത്രികോണ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. അസുതഹ സന്താന വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുക. ധനവർജിത തനിക്ക് ധനം കൈവിട്ട് പോവുക എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. ചമത്കാരം എന്ന പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുജപ്പഞ്ചമേ ജാടരാഗ്നിൻ ബലിയാൻ ന ജാതം ന ജാതം നിഹന്തി ഏകമേവ. 5-ൽ ചൊവ്വ വരുമ്പോൾ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. അങ്ങേറ്റം വലിയ ജഡരാഗ്നി എത്ര ഭക്ഷിച്ചാലും 5-ൽ ചൊവ്വ വരുമ്പോൾ വയറ് നിറയില്ല. ഇരുമ്പ് നിന്നാലും ദഹിക്കുന്ന വയറുണ്ടാകുമെന്നാണ് 5-ൽ ചൊവ്വ പറഞ്ഞിരിക്കുന്നത്. മഴക്കാലമാണ്, ധാരാളം ഭക്ഷണം കഴിക്കണമെന്നൊരവസ്ഥ വരും. ഈ ചൊവ്വയുടെ മാറ്റം വരും. തദാനീം അനൽപാമതി കിൽബിഷേബി. വിഷയങ്ങളിൽ പാപരതി വളരെയധികം കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാശിയും വൈരാഗ്യവും വളരെയധികം കൂടും. മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. സ്വയം ദുഗ്ധവത് തപ്യതേ അന്തസ്സദൈവ. അവസാനം താൻ വളരെയധികം എന്ത് ചെയ്യും? പശ്ചാത്തപിക്കുകയും ചെയ്യും. സ്വയം ദുഗ്ധവത് പാല് തിളക്കുന്നത് പോലെ തിളക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ
വാശിയുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ മുമ്പോട്ട് പോകാതിരിക്കുക. അന്യനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്യന് പീഡകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് തനിക്കെപ്പോഴും തിരിച്ചു വരുമെന്ന് അറിയണം. എത്ര വലിയ ശത്രുസംഹാര ഹോമങ്ങൾ ചെയ്യുമ്പോഴും അത് തനിക്കും അപകടമായി വരും. കാരണം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പൂജകൾ ചെയ്യുന്ന തന്ത്രിമാരും അല്ലെങ്കിൽ വലിയ തിരുമേനിമാരൊക്കെ ഒരു സമയത്ത് വലിയ വലിയ സുദർശന ഹോമങ്ങളും ശത്രുസംഹാരങ്ങളും അഘോര ഹോമങ്ങളൊക്കെ കഴിച്ച അവസാനം ഇല്ലം അല്ലെങ്കിൽ തറവാട് മുടിഞ്ഞത് കാണാം. എത്രത്തോളം പൂജ ചെയ്യുന്നു അത്രത്തോളം ഗായത്രി മന്ത്രം ചെയ്ത് ശരീരത്തിന് എന്ത് ചെയ്യണം? ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, ബാഡ് എനർജി മാറ്റണം. കാരണം താൻ ചെയ്യുന്നതൊരു ദുഷ്കർമ്മമാണെങ്കിൽ ആ ദുഷ്കർമ്മം തനിക്ക് വരും. അതുകൊണ്ടാണ് പ്രകൃതിയുടെ നിയമമാകുന്നു. എന്തിനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് അറിയണം. 5-ൽ ചൊവ്വയുള്ളവർ ശ്രദ്ധിക്കുക. പാദങ്ങൾക്ക് പരിക്ക് വരരുത്, വൈകല്യം വരും, ഫ്രാക്ചർ വരേണ്ട സമയമാണ്. അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ പെട്ടെന്ന് വരും, വയറിന് വേദന വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. മകരൻ രാശിക്കാർക്ക് എന്ന് പ്രത്യേകിച്ച് പറയട്ടെ. നന്ദി, നമസ്തേ.